Dear students, welcome to the class. The topic that is going to discuss here is common to both third semester civil and mechanical engineering. The topics are total pressure and center of pressure, hydrostatic force on vertical surface and hydrostatic force on horizontal surface. We will derive the equation to find the hydrostatic force on both horizontal and vertical surfaces. First topic, total pressure. Total pressure is defined as the force exerted by a static fluid on a surface, either plane or curved, when the fluid comes in contact with the surface. This force acts normal to the surface. എന്താണ് ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ? ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ ആക്ച്വലി പ്രഷർ അല്ല, എന്താണത്? പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ്. ടോട്ടൽ പ്രഷർ എന്ന് ആ പേര് കേൾക്കുന്ന സമയത്ത് ഇത് പ്രഷറാണെന്ന് വിചാരിക്കരുത്. അതെന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ്. എന്ത് ഫോഴ്സ് ആണത്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓൺ സർഫസ് എയ്തർ പ്ലെയിൻ ഓർ കർവ്ഡ് വെൻ ദ ഫ്ലൂയിഡ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി സർഫസ്. ഇവിടെ എന്താണ്? ഒരു ലിക്വിഡ് സർഫസ്, ലിക്വിഡ് കോളം കാണിച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? ഒരു ബോഡി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സർഫസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സർഫസ് ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്താണ്? ആ ഫ്ലൂയിഡ് പ്രഷർ കൊണ്ട് ഫ്ലൂയിഡ് അതിൻ്റെ മുകളിൽ എന്താണ്? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ചിലപ്പോൾ ആ സർഫസ് എന്തായിരിക്കും? ഒന്നിക്കൽ പ്ലെയിൻ സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ആയിരിക്കും, ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ആ സർഫസ് നമ്മൾ ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്താണ്? ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൊണ്ട് അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന് പറയുന്ന പേരാണെന്ത്? ടോട്ടൽ പ്രഷർ, അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ അത് പ്രഷർ അല്ല, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടാവുക? ആ സർഫസിന് നോർമൽ ഡയറക്ഷനിൽ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി സർഫസ്. ഓൾറെഡി പറഞ്ഞ ടോട്ടൽ പ്രഷർ, ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഇതെന്താണ്? ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ്. അതിൻ്റെ ഒരു ടോപ്പ് എന്താണ്? ഇവിടെ ഹിഞ്ചാണ്. ഇവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മോഷൻ പോസിബിളാണ്. അതാണ് അവിടെ ടോപ്പിൽ ഹിഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ഫ്ലൂയിഡ് ഉണ്ടല്ലേ. അതിൻ്റെ പ്രഷർ എന്തായിരിക്കും? ഈ സർഫസിലുള്ള സെയിം പ്രഷറാണോ താഴെ ഉണ്ടാവുക? അല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തുണ്ട്? പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ഈ ഡെപ്ത് കൂടുന്ന സമയത്ത് ആര് കൂടും? പ്രഷർ കൂടുന്നുണ്ടാവും. ഏത് ഫോർമുല പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ P=ρgh. അത് വെച്ചാൽ എന്ത് കിട്ടും? ഈ ഡയറക്ഷനിലെ പ്രഷറിൻ്റെ വാല്യൂ കിട്ടും. ഏത് പോയിന്റിലും കിട്ടും. ഇതിൻ്റെ ആരോ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ സൈസ് എന്താണ്? ആ ആരോൻ്റെ ലെങ്ത്ത് കൂടി വരുന്നുണ്ട്. മീൻസ് എന്താ? ഇവിടെ ചെറിയ പ്രഷറായിരിക്കും, താഴോട്ട് വരുന്നതോറും എന്താണ്? ആ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരെയാണ്. ആ പ്രഷർ കൊണ്ട് എന്തുണ്ടാവും? ഈ എൻ്റയർ പ്രഷറിൻ്റെ എഫക്റ്റ്, ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സ്, ആ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവും. ആ എൻ്റയർ പ്രഷർ ഫോഴ്സിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും. ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ്, അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഈ എൻ്റയർ പ്രഷർ കൊണ്ടുണ്ടാകുന്ന ആ എൻ്റയർ ഫോഴ്സ്, അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്കൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി റെക്ടാങ്കുലർ പ്ലേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ്? ആ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡ് ആയിട്ടാണ് ആ ഒരു സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവൽ. അതൊരിക്കലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ, ഒരിക്കലും അല്ല, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെർട്ടിക്കൽ കേസിൽ എന്താണ്? അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കില്ല, വേറൊരു പോയിന്റിലായിരിക്കും ആര് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. The pressure force tend to turn the rectangular plate in anti-clockwise direction. A force F is applied on the other side so that moment due to fluid pressure force is balanced and the movement of rectangular plate is prevented. എന്താ പറയുന്നത്? ഈ സൈഡിൽ എന്താണ്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഫോഴ്സ് എന്താണ്? ഇതിന് നോർമൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഹിഞ്ച്ഡ് ആണ്. എന്താ? നോർമലി ആ ഫ്ലൂയിഡിന് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റിനെ
റൊട്ടേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മൂവ് ചെയ്യിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. കാരണം എന്താ, ഫോഴ്സിൽ ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താ, ആ പ്ലേറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ എന്താ, ഞാൻ അതിന് കൗണ്ടറായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയാണ് അപ്ലൈ എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഞാനൊരു കൗണ്ടറായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, ഇതിൻ്റെ റൊട്ടേഷൻ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആ ഫോഴ്സ് ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ. അങ്ങനെ എനിക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ആ കൗണ്ടർ ബാലൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ആ സെൻറ്റർ ഓഫ് പ്രഷറിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഫ്രീ സർഫസിൽ നിന്ന് ആ എച്ച് സ്റ്റാർ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് അതിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് എന്തായിരിക്കും, ആക്ച്വലി കറക്റ്റ് സെൻറ്റർ ഓഫ് പ്രഷർ ആയിരിക്കും. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിൻ്റ്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും, ആ പ്രഷർ ഫോഴ്സും അവിടെ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതാണ് ആ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ പ്ലെയിൻ വെർട്ടിക്കൽ സർഫസ് സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. അതായത് നമ്മളെ ലിക്വിഡ് ഇപ്പോൾ തൽക്കാലം വാട്ടർ ആണെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു പ്ലെയിൻ വെർട്ടിക്കൽ സർഫസ് സബ്മേർജ് ചെയ്തതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. വെർട്ടിക്കലായിട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നോർമലി ഇതാണ് വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നേരെ വന്നിട്ട് നേരെ കുത്തൊക്കെ നിൽക്കുന്നത്, വെള്ളത്തിൽ നേരെ കുത്തൊക്കെ നിൽക്കുകയാണ്, അതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് പ്ലെയിൻ സർഫസ് ആണ്, തിക്നെസ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് ഒരു ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അതിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ഒന്ന് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദി സർഫസ്. അതായത് ഈ ഏരിയയുടെ ഈ ഒരു സർഫസിൻ്റെ എൻറ്റയർ ഏരിയ എന്താ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്, എ ആണ്. ജി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആ പ്ലെയിൻ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ജി ആണ്. അടുത്തത് എച്ച് ഡാഷ് എന്താണത്, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഏരിയ ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അതായത് ഈ എച്ച് ബാർ ഡിനോട്ട് ചെയ്യുന്നത്, ഈ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, ഫ്രീ സർഫസ് നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ എച്ച് ബാർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി പി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷർ, അതായത് ആ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് പി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രീ സർഫസ് നിന്ന് ആ പിയിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതെന്താണ്, എച്ച് സ്റ്റാർ ആണ്. അതെന്തായിരിക്കും, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അടുത്തത് ഇനി അതിൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ അത് ഡിറൈവ് ചെയ്ത് എടുക്കുകയാണ്. The total pressure on the surface may be determined by dividing the entire surface into a number of small parallel strips. The force on small strip is then calculated and total pressure force on the whole area is calculated by integrating the force on the small strip. എങ്ങനെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്, അതിന് ആദ്യം എന്ത് ചെയ്യുന്നു, ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ എൻറ്റയർ സർഫസിന് എന്ത് ചെയ്യും, സ്മോൾ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, ചെറിയ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യും, ആ ഒരു ആ സ്ട്രിപ്പിലെ ഫോഴ്സ് കണ്ടുപിടിക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എൻറ്റയർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കും. നൗ കൺസിഡർ എ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് DH and width B at a depth H from the free surface of liquid and area of strip is DA. ഞാൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഒരു ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഫ്രീ സർഫസിൽ നിന്ന് ആ സ്ട്രിപ്പിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, H ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് DH ആണ്. അതിൻ്റെ ഏരിയ ഞാൻ എന്തായിട്ട് എടുക്കുന്നത്, ചെറിയതാണ്, എലമെൻ്റൽ സ്ട്രിപ്പാണ്. അതിൻ്റെ ഏരിയ എന്താണ്, DA ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്തായിരിക്കും, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ച് കണ്ടുപിടിക്കുക. എന്തായിരിക്കും ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത്, ഹൈറ്റ് എത്രയാണ്, H ആണല്ലേ, അന്നേരം പ്രഷർ എത്രയായിരിക്കും, P ഈസ് ഈക്വൽ ടു ρGH. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ആ എലമെൻ്റൽ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ വാല്യൂ എന്തായിരിക്കും, P ഈസ് ഈക്വൽ ടു ρGH. ഇനി എന്താണ്, പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു അതിൻ്റെ ഏരിയ ചെയ്താൽ മതി. അതായത് പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു
ഡി എഫ് എലമെൻ്റൽ സ്ട്രിപ്പാണ്, ഞാൻ ഡി എഫ് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കിട്ടും പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റോ ജി എച്ച് ഇൻറ്റു അതിൻ്റെ ഏരിയ ഞാൻ എന്താ എടുത്തിരിക്കുന്നത്? ഡി എ ആണ്. ഇനി അതെന്താ? എലമെൻ്റൽ സ്ട്രിപ്പിലില്ലേ ഫോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എഫ്. ഡി എഫിൻ്റെ വാല്യൂ എന്താണ്? റോ ജി എച്ച് ഇൻറ്റു ഡി എ ആണ്. അതായത് ഇൻ്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ഡി എ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെടുക്കുന്നു? കോൺസ്റ്റൻറ്റ് റോയും ജി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുത്തു. എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഇൻ്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ. ഇക്വേഷൻ ഞാൻ 1 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടേം ഇൻ്റഗ്രൽ എച്ച് ഡി എ അതെവിടെയും കണ്ടിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലാരും ഈ ഒരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ആ ടേം? അല്ലെങ്കിൽ സിഗ്മ എച്ച് ഡി എ. എച്ച് എന്ന് പറഞ്ഞാൽ ഡി എ എന്ന് പറഞ്ഞാൽ ആ കൺസിഡർ ചെയ്യുന്ന ഏരിയ, എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സർഫസ് അവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഫ്രീ സർഫസ് ഞാൻ തൽക്കാലം ഒരു ആക്സിസ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിരിക്കും? ഇൻ്റഗ്രൽ എച്ച് ഡി എ ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ. ഈ ടേം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എച്ച് ഡി എ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ ആണ്. എബൌട്ട് ഫ്രീ സർഫസ്. ആ ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ ഏരിയ ഓഫ് ദ എൻറ്റയർ സർഫസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ്. അങ്ങനെ കണ്ടുപിടിക്കുക. അതിൻ്റെ എൻറ്റയർ ഏരിയ ഇൻറ്റു ഏത് ടേമാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ്. ഇപ്പോൾ ആക്സിസിന് പകരം ഫ്രീ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് പിന്നെന്താണ്? ആ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? എ ഇൻറ്റു എച്ച് ബാർ വരും. ഓക്കെ, അതാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ എച്ച് ഡി എന്താണെന്ന് മനസ്സിലായി, ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻ എന്താ? എ ഇൻറ്റു എച്ച് ബാർ ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ ഇൻറ്റു എച്ച് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ. അതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി വെർട്ടിക്കൽ സർഫസ് സബ്മർജ്ഡ് ഇൻ ദ ലിക്വിഡ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ആണല്ലേ. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും. അടുത്തത് സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ആ ബോഡിയിൽ എന്താണ്? ആ എൻറ്റയർ പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് എച്ച് സ്റ്റാർ, അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സൈഡ് വ്യൂവിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് സെൻറ്റർ ഓഫ് പ്രഷറിലോട്ട് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ദി കമ്പോണൻറ്റ്സ് എബൌട്ട് ദി സെയിം ആക്സിസ്. ഇതും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. എന്താ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്? ആ റിസൾട്ടൻറ്റ് ഫോഴ്സിനൊരു മൊമെൻ്റ് ഉണ്ടാവുമല്ലേ, അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം എടുത്താൽ അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇതാണ് റിസൾട്ടൻ്റ്, ഇതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ്. അതിൻ്റെ മൊമെൻറ്റ് ഞാൻ എബൌട്ട് ആരെ കണ്ടുപിടിക്കുന്നത്? ഫ്രീ സർഫസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നത്? ആ എലമെൻ്റൽ ഫോഴ്സസിൻ്റെ മൊമെൻറ്റും എബൌട്ട് ഫ്രീ സർഫസ് കണ്ടുപിടിക്കുന്നത്. എന്തായിരിക്കും? ആ രണ്ട് മൊമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു M1 + M2 + എക്സെട്ര എന്ന് പറയാൻ വേണ്ടി പറ്റും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് അറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ്. അതായത് എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഫ്രീ സർഫസ് നിന്ന് എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ത് വരും? എബൌട്ട് ഫ്രീ സർഫസ്. ഹെൻസ് മൊമെൻറ്റ് ഓഫ് ദി ഫോഴ്സ് എഫ് എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ. മൊമെൻറ്റ് അങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അടുത്തത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് ആക്ടിങ് ഓൺ സ്ട്രിപ്പ് എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അടുത്തെന്താ ചെയ്യുന്നത്, ഈ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത് തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ഡി എഫ് എന്ന് എടുത്തിട്ടുണ്ട്. അത് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കുക, ആ ഒരു ഫോഴ്സ് ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, എച്ച് ആണ്. അതായത് ഡി എഫ് ഇൻറ്റു എച്ച്. ഡി എഫ് എന്താണ്, ആ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് ഇത് ഓൾറെഡി ഫസ്റ്റ് ഡെറിവേഷനിൽ വന്നതാണ്. റോ ജി എച്ച് ഇൻറ്റു ഡി എ ഇൻറ്റു എച്ച്. അതെന്താ, ഒരു ഫോഴ്സ് കൊണ്ടുള്ളതാണ്. അതിന് എന്ത് വേണം, അതേപോലെയുള്ള എല്ലാ ഫോഴ്സിൻ്റെയും എഫക്റ്റ് കണ്ടുപിടിക്കണം. അതായത് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഓൾ സച്ച് ഫോഴ്സസ് എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. എന്ത് ചെയ്താൽ മതി, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ഡി എ ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എന്ത് ചെയ്യുന്നത്, റോ ജീനെ പുറത്തെടുത്തു, അതിനുശേഷം എച്ച് വെച്ചും മൾട്ടിപ്ലൈ ചെയ്ത് എച്ച് സ്ക്വയർ ഡി എ. ഇനി ഈ ഒരു ടേം ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ അതും മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് ആ തരുന്നത്. ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ. എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ആ കൺസിഡർ ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ആ ആക്സിസ്, ഫ്രീ സർഫസിനെ ഞാൻ തൽക്കാലം ആക്സിസ് ആയിട്ട് എടുക്കുന്നത്, അവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ്. ആ ഒരു ടേം ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എന്താ വരുന്നത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് എബൌട്ട് ഫ്രീ സർഫസ് ആണ്. അതിനെ ഞാൻ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, I0 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, സം ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ഫ്രീ സർഫസ് എച്ച് സ്ക്വയർ ഡി എ സ്ഥാനത്ത് എന്ത് വരുന്നു, I0 വരുന്നു. എന്ത് വരും, റോ ജി I0. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. രണ്ട് മൊമെൻറ്റും കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം തമ്മിൽ എന്ത് ഇക്വേറ്റ് ചെയ്യുന്നത്, രണ്ട് മൊമെൻറ്റ്സ് ആയില്ലേ. എന്താ, എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി I0 ബട്ട് എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. അത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഡെറിവേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദർഫോർ റോ ജി എ എച്ച് ബാർ ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി I0. എനിക്കെന്താ കണ്ടുപിടിക്കേണ്ടത്, എച്ച് സ്റ്റാറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ്. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്ത് വരും, റോ ജി I0 ബൈ റോ ജി എ എച്ച് ബാർ ഈസ് ഈക്വൽ ടു, ആര് ക്യാൻസൽ ചെയ്യുക, രണ്ട് റോ ജി ക്യാൻസൽ ചെയ്താൽ I0 ബൈ എ എച്ച് ബാർ വന്നു. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം എന്ത് വേണം, ഇനി പാരലൽ ആക്സിസ് തിയറം അതും പഠിച്ചിട്ടുണ്ടാവും മെക്കാനിക്സിൽ. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത്, I0 ഞാൻ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. ബൈ പാരലൽ ആക്സിസ് തിയറം I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ, where IG is equal to moment of inertia of area about an axis passing through the center of gravity of area and parallel to free surface of liquid. പാരലൽ ആക്സിസ് തിയറം എന്നാ പറയുന്നത്, എനിക്ക് ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടില്ലേ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അന്നേരം എങ്ങനെ കണ്ടുപിടിക്കുക, അത് ഈസ് ഈക്വൽ ടു എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പാരലൽ ടു ദാറ്റ് കൺസിഡറിങ് ആക്സിസ്. എനിക്കിപ്പം ഫ്രീ സർഫസിന് എബൌട്ട് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം എന്ത് വേണം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വേണം. ഇതിലേക്കൂടെ പാരലൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ആക്സിസ് പാസിങ് ത്രൂ ജി ആൻഡ് പാരലൽ ടു ദി ഫ്രീ സർഫസ് പ്ലസ് എന്താണ്, ദാറ്റ് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആക്സിസ്. അതാണ് ഈ എച്ച് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, ഈ ഒരു I0 ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. അതിന് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്ത് വരും, IG പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ബൈ എ എച്ച് ബാർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഓരോ ടേമിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു IG ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇക്വേഷൻ നമ്മുടെ അടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടിലെ ആ ഒരു ഡിസ്റ്റൻസ് പറയുന്നത്, ഫ്രീ സർഫസ് എന്ന് സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് IG ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. From the above equation, it is clear that center of pressure lies below the center of gravity of the vertical surface. അതിൻ്റെ മീനിങ് എന്താണ്, ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എച്ച് ബാർ എന്ന് പറയുന്നത് എന്താണ്, എവിടുന്ന് എവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ എന്ന് പറയുന്നത്. അതിനോട് എന്തെങ്കിലും ഒരു ടേം അത് ആഡ് ചെയ്താൽ മാത്രമേ എവിടെ എത്തുന്നുള്ളൂ, ആ സെൻറ്റർ ഓഫ് പ്രഷറിൽ എത്തുന്നുള്ളൂ. മീൻസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി.
അതാണ് ഇവിടെ പറയുന്നത്. സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും എന്തായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ബിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ആ ബിലോ എമൗണ്ട് വരുന്നത്. അടുത്തത്, ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഫ്രീ സർഫസിൽ നിന്ന് ആ സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇവിടെ റോ എന്ന് പറയുന്ന ടേം എവിടെയും കാണുന്നുണ്ടോ? ഇല്ല. ആർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്? അത് ഡെൻസിറ്റിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി കുറച്ച് ടേംസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബ്ലം ചെയ്യേണ്ട സർഫസസ്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അതേപോലെ പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതൊക്കെയാണ് ഇവിടെ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂസ് എന്ത് വേണം, ഇത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഇതാണ് നോർമലി പ്രോബ്ലം ചോദിക്കുന്ന ജോമെട്രീസ്. അടുത്തത്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ്. ഇതെന്താണ്, ഹൊറിസോണ്ടൽ സർഫസിലാണ് പറയുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ആർക്ക് പാരലായിട്ടാണ് ഉള്ളത്, നമ്മൾ ഫ്രീ സർഫസിന് പാരലായിട്ടാണ് നിൽക്കുന്നത്. കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ ഇതാണ്, അതും ഫ്രീ സർഫസിനും പാരലാണ്. ഹൊറിസോണ്ടൽ മീൻസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഏതൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ്, സെയിം ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ സർഫസ് ആയിരിക്കും. ഇതിലെന്താണ്, ഇതിൽ ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്, കാരണം എന്താ, സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ എന്താണ്, സെയിം പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് ആക്ട് ചെയ്യുന്നത്. ആസ് എവരി പോയിൻ്റ് ഓൺ ദ സർഫസ് ഈസ് അറ്റ് സെയിം ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, the pressure intensity will be equal on the entire surface. അതായത് P is equal to rho GH where H is the depth of surface. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ സെയിം പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. ലെറ്റ് A is equal to total area of surface, then total pressure force on the surface. പ്രഷർ ഫോഴ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. പ്രഷർ അങ്ങനെ കണ്ടെടുക്കുക, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, അതായത് റോ GH ഇൻറ്റു A. ഇനി ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് എന്താണ്, സെൻറ്റർ ഓഫ് പ്രഷർ ആയാലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയാലും ഡെപ്ത് ആയാലും എന്തായാലും സെയിം ആയിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. അതായത് H ഈസ് ഈക്വൽ ടു H സ്റ്റാർ ഈസ് ഈക്വൽ ടു H ബാർ ആയിരിക്കും. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം, F ഈസ് ഈക്വൽ ടു റോ ജി എ H ബാർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. where H bar is equal to depth of center of gravity from the free surface of liquid, that is equal to H. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ ആണെങ്കിലോ, സെൻറ്റർ ഓഫ് പ്രഷർ ആണെങ്കിലും സെയിം തന്നെയാണ്. ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, H എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത്, അല്ലെങ്കിൽ H ബാർ H സ്റ്റാർ എന്താണ്, സെയിം വാല്യൂ തന്നെയാണ് ഹൊറിസോണ്ടൽ സർഫസിന് വരുന്നത്.